പിന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി മീൻ ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ട് 1 കിലോ മീൻ കഴുകി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മീഡിയം സൈസ് 4 സവാള, 2 തക്കാളി, മല്ലിച്ചപ്പ്, പുതിന, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളക്. അത് നമുക്ക് നമ്മുടെ മീനൊന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൽ വലിയ ജീരകവും കൂടി കൂട്ടി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ മീനൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. മീൻ മസാല തേച്ച് ഒരു 5 മിനിറ്റ് വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി വെക്കണ അതേ പോട്ടിൽ തന്നെയാണ് നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടും പോണത്. അപ്പോൾ അത് പോട്ട് വെച്ചതിന് ശേഷം എണ്ണയൊക്കെ ചൂടായതിന് ശേഷം മീനൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കുക. ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂണ് മിൽമയുടെ നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂണ് നെയ്യിടുക. പിന്നെ ആ നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് നമ്മളുടെ ആൾ സ്പൈസസ് എടുക്കുക. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സാജീരകം, വേണമെങ്കിൽ 2 കുരുമുളകും ചേർക്കാം കേട്ടോ. എന്നിട്ട് ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്പൈസസൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ പിന്നെ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതും പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ ഞാൻ വലിയ ജീരകവും കൂടെ ചേർത്ത് അരച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നമ്മൾ അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ മൂത്ത് വരുമ്പോൾ നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക. ഞാനത് 1 കിലോ ബിരിയാണിയാണ് കേട്ടോ, ഫിഷ് ബിരിയാണിയാണ് വെക്കുന്നത്. അതിലേക്കുള്ള സാധനങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വെല്ലുള്ളി ഇട്ടിട്ട് പിന്നെ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ അതുപോലെ ബിരിയാണിക്കുള്ള അരി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തക്കാളി ഇട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉള്ളിയൊക്കെ നന്നായി വഴറ്റി എടുത്തതിന് ശേഷം തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായി തക്കാളി നല്ല വേവിച്ചെടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് സ്പൈസസ് ഒന്നും ചേർക്കണില്ല. ആ മീനിൻ്റെ മസാലയിലുള്ള ആ എണ്ണയിൽ തന്നെ ഉണ്ടാവും എല്ലാ സ്പൈസസും. പിന്നെ ലേശം തൈരും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും പുതിനയും കൂടെ ഇട്ട് നമ്മുടെ മീനും കൂടെ ഇട്ടിട്ട് ആ മസാല ഒന്ന് സെറ്റാക്കി എടുക്കുക. ഒന്നും കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് നന്നായി ചൂടാക്കിയെടുക്കുക. പിന്നെ നമുക്ക് നമ്മുടെ അതിലേക്കുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്പൈസസൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മൾ അരിയൊക്കെ കഴുകി ഇട്ട് ഒരു 90% വേവാകുമ്പോൾ ഊറ്റിയെടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണ് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരി, അതുപോലെ ഞാൻ ക്യാരറ്റും കൂടെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ക്യാരറ്റ് ആ നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ട് ബിരിയാണിയുടെ കൂടെ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ അതും കൂടെ ഇട്ടിട്ട് നമ്മുടെ ബിരിയാണിയുടെ മേലെ ദമ്മിടുമ്പോൾ ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ അത്. അങ്ങനെ ഇപ്പം നമ്മുടെ മസാലയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള നട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മളെ ദമ്മാക്കണ മുന്നേ നമ്മളെ ബിരിയാണിയുടെ മസാല റൈസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ദം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ മീനിൻ്റെ മസാല റൈസിൽ നന്നായിട്ട് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ദമ്മാക്കി ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മളെ ദമ്മൊന്ന് തുറന്ന് നോക്കാം. നന്നായി ആവി വന്നിട്ടുണ്ട്. നമ്മളെ ബിരിയാണി അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. ഫീഡ്ബാക്ക് പറയുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.